അപ്പോൾ അഗോഡ ഫോണിലെ കാഴ്ചകളൊക്കെ എല്ലാം കണ്ടേട്ടാ. അപ്പോൾ ഉച്ച ടൈമായ കൊണ്ട് ഫുഡ് അടിക്കാനുള്ള ടൈമായ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പോണേക്ക് നേരെ ഒരു ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ അടിച്ച് എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഓൾഡ് ഗോവ ചർച്ചിലേക്ക് ഞങ്ങൾ വന്നിട്ടാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ അറിയണത്, ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ എന്ന് പറഞ്ഞ ഒരാളുടെ ബോഡി ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ വർഷങ്ങളായിട്ട്. അപ്പോൾ അത് ഓരോ 10 വർഷം കൂടുമ്പോൾ തോറും ഇത് താഴത്തേക്ക് ഇറക്കി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ വട്ടം പോയപ്പോൾ അവർ മേളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ക്യാമറയും ഇതൊന്നും നമുക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പാടില്ല. അത് അങ്ങനെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പുള്ളിക്കാരനെ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയപ്പോൾ ആ ബോഡിയുടെ ഒരു ഫോട്ടോയുടെ അവരങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ട് അത് ക്യാപ്ചർ ചെയ്തില്ല, വിട്ടുപോയി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വൈകുന്നേരം ഈ ടൈം ആയതുകൊണ്ട് റീൽസൊക്കെ എടുത്തിട്ടാ. ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, കണ്ട ഈ ലെഫ്റ്റ് സൈഡ് ഈ സ്ഥലം കണ്ട അവിടേക്ക് നിന്ന് റീൽസൊക്കെ എടുത്ത് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പാഞ്ചിം മാർക്കറ്റിലേക്ക് വന്നിട്ടാ. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് ഓർത്ത് നമ്മുടെ കൂട്ടുകാരെന്തേ കണ്ണടകളൊക്കെ നോക്കണം, അവൻ സൺഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പുറകെ പോകും. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വില വശം തോന്നണം. അപ്പോൾ എന്തോ കുറച്ച് എമൗണ്ടൊക്കെ കുറഞ്ഞ് കിട്ടി. പിന്നെ ഇത് നേരെ കാണുന്ന കസിവിനോ, അത്യാവശ്യം നല്ല വലിയ കസിവിനോ കൊടുത്ത. അപ്പോൾ അവിടെ അങ്ങനെ ഇതൊക്കെ കണ്ടേരി നേരെ ഞങ്ങൾ മുറി